അവിടെ എത്തുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആഹ്ലാദമാണ്. ഞങ്ങൾ 1800 യാത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ ബോംബെ അന്ന് ഒരു വല്ലാത്ത അനുഭൂതി നിറഞ്ഞ നഗരം. കാരണം ഹജ്ജിന്റെ പോലെ തന്നെ പ്രതീതി. അതെ, നെക്സ്റ്റ് വീണെടുക്കണ പല ഹാജിമാരും ആ അവസ്ഥയിൽ ഇതിന്റെ സീറം കണ്ട് മുഴങ്ങും. എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടി സടകുടഞ്ഞ് എഴുന്നേറ്റ്. മരണം ധാരാളം ഉണ്ടാവലുണ്ട്. ഒരുപാട് വെയിൽ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ. അങ്ങനെ വെയിൽ കൊണ്ട് ആസാമി ഒരു ഹാജി ഉണ്ടായിരുന്നു. ഈ ഹാജി കപ്പൽ കയറിയിരുന്നു. പക്ഷെ ഇയാള് കപ്പൽ വിടുന്നതിന് മുമ്പേ മരിച്ചത്. പക്ഷേ കപ്പൽ ജീവനക്കാർ ഈ വിവരം പുറത്തു വിട്ടില്ല. അന്ന് രാത്രിയാണ് അദ്ദേഹത്തെ കുളിപ്പിച്ച് അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു കപ്പൽ യാത്രയുടെ കഥയാണ്. വെറും ഒരു കപ്പൽ യാത്രയല്ല. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് കപ്പലിൽ കടലിലൂടെ യാത്ര ചെയ്ത ഒരു വിസ്മയിപ്പിക്കുന്ന ത്യാഗപൂർണമായ ഒരു കഥ. കപ്പലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചരിത്ര നിർമ്മിതിയുടെ ഒരു പ്രധാന വാഹനമാണ് കപ്പൽ. നമുക്ക് ഇസ്ലാം എത്തിയതും സാമ്പത്തികവും സാംസ്കാരികവുമായ നമ്മുടെ ഉയർച്ചയൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു കപ്പൽ അല്ലെങ്കിൽ ആ കപ്പൽ യാത്രകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ അക്കാലത്തുള്ള ഹജ്ജ് കർമ്മത്തിന് വളരെ അധികം സവിശേഷതകൾ, പല അർത്ഥങ്ങൾ അതിനുണ്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രമുഖ പണ്ഡിതനും ലോക സഞ്ചാരി കൂടിയൊക്കെ ആയിട്ടുള്ള ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി ഉസ്താദാണ്. ഉസ്താദ് വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 39 വർഷങ്ങൾക്ക് മുൻപ് 1986 കടലിലൂടെ കപ്പലിൽ ഹജ്ജിന് വേണ്ടി പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ആദ്യമായിട്ട് ഹജ്ജിന് പോകുന്നു. മനോഹരമായ ആ സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കാനിരിക്കുന്നത്. ആദ്യമായി നമ്മൾ ഉസ്താദിനെ ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അന്ന് ഈ 1986 ഉസ്താദ് ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ഇന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്ര പറയൽ, ഒരു വിട ചോദിക്കൽ എന്നത് അന്നത്തെ അർത്ഥത്തിൽ വളരെ വിഷമകരം. കാരണം നമ്മൾ തിരിച്ചു വരുമോ എന്ന് പോലും നമുക്ക് വലിയൊരു ഉറപ്പില്ലാത്ത കടലും ആ ദുരിതപൂർണമായ ഒരു യാത്രയാണത്. അപ്പോൾ അന്നത്തെ വിട ചോദിക്കലിനൊരു കടലിനെ പോലെ അത്രത്തോളം ആഴമുള്ള ഒരു വേദനിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു. സോ അതിന് ആ 1986 ആ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കുമോ? അന്നത്തെ ആ ഹജ്ജ് യാത്രയും അതിൻ്റെ ഒരുക്കങ്ങളും എങ്ങനെയായിരുന്നു, ഓർമ്മകളൊക്കെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള പ്രേക്ഷകരെ, ഓരോ നൂറ്റാണ്ടിലും ലോകത്ത് പല മാറ്റങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുക എന്നതിൻ്റെ ഭാഗമായി യാത്രാരംഗത്തും സമൂലമായ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഏത് രീതിയിലാണ് യാത്ര ഉണ്ടായിരുന്നത് എങ്കിൽ അതേ രീതിയിൽ തന്നെ ഉള്ള യാത്രയായിരുന്നു 19-ാം നൂറ്റാണ്ട് വരേക്കുള്ള യാത്രകൾ. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒട്ടകവും കഴുതയും കുതിരയും അല്ലെങ്കിൽ പല്ലക്കും അല്ലെങ്കിൽ കാൽനടയുമായിരുന്നു എവിടെയും സഞ്ചരിക്കാനുള്ള മാർഗങ്ങൾ. അതല്ലാത്ത ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ല. പെട്രോൾ കണ്ടുപിടിച്ചതോടുകൂടെയാണ് ലോകത്ത് വലിയ മാറ്റങ്ങളുണ്ടായത്. കപ്പലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പഴക്കമുള്ള ഒരു വാഹനമാണ് കപ്പൽ. അതെല്ലാവർക്കും അറിയാമല്ലോ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പ്രളയവും മഹാനവറുകളുടെ കപ്പലിൽ കയറിയവർ രക്ഷപ്പെട്ടതുമൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ കപ്പൽ യാത്ര ഹാജിമാർ ഉപയോഗിക്കാൻ തുടങ്ങിയത് കേരളത്തിൽ നിന്ന് എന്ന് മുതലാണ് എന്ന് നമുക്ക് അങ്ങനെ തീർത്ത് പറയാൻ കഴിയില്ല. കാരണം കേരളത്തിൽ നിന്നും പഴയ കാലത്ത് കാൽനടയായും അതുപോലെ ഭാഗികമായി വാഹനങ്ങളിൽ സഞ്ചരിച്ചുമൊക്കെ പലരും യാത്ര ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുള്ള ഷിപ്പ് അത് പായക്കപ്പൽ എന്നാണ് പറയുക. പായക്കപ്പൽ എന്ന് പറഞ്ഞാൽ പായ ഉള്ളത് കൊണ്ടാണ് പായക്കപ്പൽ എന്ന് പറയുന്നത്. അതേ പത്തേമാരി കപ്പലിൻ്റെ മുമ്പിൽ വലിയൊരു പായ പോലുള്ള ഒരു കാർപ്പറ്റ് ഉണ്ടാവും.
അത് കാറ്റിൻ്റെ നിയന്ത്രണത്തിനനുസരിച്ചാണ് അത് നീങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ കെട്ടിയതിനനുസരിച്ച് അനുകൂലമായി കൊണ്ടാണ് കപ്പൽ ഓടുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും. അപ്പോൾ ഈ പായക്കപ്പലിൽ പോയിട്ട് 10 ദിവസം കൊണ്ടും 15 ദിവസം കൊണ്ടും വരെ ജിദ്ദയിലെത്തിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് 2 മാസം ആയിട്ട് എത്താത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. കാരണം കാറ്റ് പ്രതികൂലമായാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു 19-ാം നൂറ്റാണ്ട് വരേക്കുള്ള അവസ്ഥ ഈ പായക്കപ്പലുകളാണ്. എന്നാൽ 20-ാം നൂറ്റാണ്ടാണ് ലോകത്ത് പുരോഗതിയുടെ കാലഘട്ടം. ഈ യുഗത്തിലാണ് എല്ലാ മാറ്റങ്ങളും. 20-ാം നൂറ്റാണ്ടും 5-ാം നൂറ്റാണ്ടും 6-ാം നൂറ്റാണ്ടും ഒക്കെ തുലനം ചെയ്യാൻ എല്ലാ നൂറ്റാണ്ടുകളും വലിയ മാറ്റമൊന്നുമില്ല. അതേസമയത്ത് 20-ാം നൂറ്റാണ്ട് മാത്രമാണ് മാറ്റം ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് സൗകര്യങ്ങളുള്ള പല കപ്പലുകളും എന്ന് മുതലാണ് കറക്റ്റായിട്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും 1930, 40, 50, 60കളിലൊക്കെ അന്ന് ഫ്ലൈറ്റൊന്നും തുടങ്ങിയിട്ടില്ല. കപ്പൽ യാത്രകൾ മാത്രമാണുള്ളത്. അപ്പോൾ അന്ന് ഒരുപാട് കപ്പലുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ 1960കളുടെയും 70കളുടെയും ഇടയിലുള്ള കപ്പലുകൾ മുഹമ്മദിയ, ഇസ്ലാമിയ ഇങ്ങനെയുള്ള തുടങ്ങിയ പേരിലായിരുന്നു. അന്ന് കാര്യമായി കപ്പൽ മാത്രമേ ഉള്ളൂ. 1960കൾക്കുള്ള അവസാനത്തിലോ അല്ലെങ്കിൽ 70കളിലാണ് യഥാർത്ഥത്തിൽ പ്ലെയിൻ സർവീസ് കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുന്നത്. നടന്നു പോയി അക്കാലത്ത് ഹജ്ജ് ചെയ്ത ആരെങ്കിലും പരിചയമോ അവരുടെ കഥകൾ? നടന്നു പോയ ആളുകളെ എനിക്ക് ഇപ്പൊ പരിചയമുള്ളവരാരുമില്ല. അതൊരു യുഗത്തിൽ അങ്ങനെ പോയ ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഈ ആധുനിക കപ്പൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഡീസലിൻ്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ മെഷീന് അനുസരിച്ചാണ് പോകുന്നത്. അത് വലിയ സൗകര്യങ്ങളുള്ള കപ്പലുകളാണ്. ഞാൻ പോയത് 1986. അന്ന് അക്ബർ എന്ന് പറഞ്ഞ പേരിലുള്ള കപ്പലായിരുന്നു. ആ അക്ബർ കപ്പൽ എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് അന്തമാൻ്റെ കപ്പലാണ്. അന്തമാൻ്റെയും ചെന്നൈയുടെയും ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പാണ്. അത് ഹജ്ജിൻ്റെ കാലമായി കഴിഞ്ഞാൽ നേരെ ഹജ്ജ് സർവീസ് നടത്തും. അപ്പോൾ അത് അന്ന് ഞാൻ പോയത് 1986. കപ്പൽ അവസാനിക്കാറായ കാലഘട്ടം. അതിന് ശേഷം പിന്നെ 1-2 വർഷം മാത്രമേ പിന്നെ കപ്പലുണ്ടായിട്ടുള്ളൂ. കപ്പലിൻ്റെ അവസാന യാത്രകളാണ്. അക്ബർ ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഞങ്ങൾ 1800 യാത്രക്കാരുണ്ടായിരുന്നു, ഹാജിമാർ. ആ ഹാജിമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ മലയാളികളായിട്ട് 82 ആളുകളാണ്. അത് ഇന്ന് ഓർമ്മയുണ്ട് എന്ന് മാത്രമല്ല അവരെ പേര് വിവരം വരെ എൻ്റെ അടുത്തുണ്ട്. കാരണം ഞാൻ അന്ന് ഒരു സാധാരണ ഹാജിയല്ല, ഗവൺമെൻറ്റിൻ്റെ വളണ്ടിയർ ആയിട്ടുള്ള ഹാജിയാണ്. അപ്പോ 30 വയസ്സായിട്ടുള്ളൂ, വളരെ കുട്ടിക്കാലാണ്. ചെറിയ എന്ന് മാത്രമല്ല അതിലുള്ള ഏറ്റവും വലിയ രസം, എൻ്റെ കൂടെ യാത്ര ചെയ്ത എൻ്റെ ഓർമ്മയിൽ ഇന്ന് ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. അയാൾ ഇവിടെ അടുത്തുള്ള ഒരു മാഷാണ്, ഇവിടെ കൊയിച്ചനുള്ള ഒരു മാഷാണ്. അദ്ദേഹം എൻ്റെ പ്രായത്തെക്കാളും കുറച്ചൊരു ഉയർന്ന ആളാണ്. ബാക്കിയുള്ളവരൊക്കെ 50-60 വയസ്സ് പ്രായ ആളുകളാണ്. ചുരുക്കി പറഞ്ഞാൽ അതിലിപ്പോൾ ആരും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ചില ആളുകളുമായിട്ടൊക്കെ ഞാൻ വളരെ അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചുപോയി. അപ്പോൾ അന്ന് 3 ഷിപ്പാണുള്ളത്. ഈ അക്ബർ തന്നെ മൂന്ന് പേരിൽ, 1-ാം കപ്പൽ, 2-ാം കപ്പൽ, 3-ാം കപ്പൽ എന്നാണ് പറയുക. അതിന് മുൻകാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് കപ്പലുകളുണ്ടാവും. അതായത് 3-4 കപ്പലുകൾ അതിങ്ങനെ മടങ്ങി പോകുമ്പോൾ ഒരുപാട് ഇതായി കിട്ടും. അന്ന് ഇനി വേറെ രസമുണ്ട്. അന്ന് കോഴിക്കോട്ട് നിന്ന് കപ്പൽ കയറുന്ന സംവിധാനം ഉണ്ടായിരുന്നു. കോഴിക്കോട്ട് ഹാർബറൊന്നുമില്ല. അപ്പം തോണിയിലോ ബോട്ടിലൊക്കെ പോയിട്ട് കോഴിക്കോട്ട് നിന്ന് കപ്പൽ കയറാണ് നേരെ ബോംബെയിലേക്ക്. എന്നിട്ട് എൻ്റെ വാപ്പയൊക്കെ അങ്ങനെ ഹജ്ജിന് പോയതാണ്. കോഴിക്കോട്ട് നിന്ന് ബോംബെയിലേക്ക് കപ്പലിൽ പോവുക, അവിടുന്ന് പിന്നെ വീണ്ടും കപ്പലിൽ. അപ്പോൾ ബോംബെ അന്ന് ഒരു വല്ലാത്ത അനുഭൂതി നിറഞ്ഞ നഗരമാണ്. കാരണം ഹജ്ജിൻ്റെ പോലെ തന്നെ പ്രതീതി. അതെ. അതായത് ശരിക്കും പറഞ്ഞാൽ ആ ബോംബെ മുസാഫർ ഖാനിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ഹജ്ജ് ചെയ്യണ മാതിരിയുള്ള പ്രതീതിയാണ്. എല്ലാ വേറെ പോയിന്റുകളൊന്നും അന്നില്ല. ഇന്ത്യയിൽ നിന്ന്, UP-യിൽ നിന്നും, ആസാമിൽ നിന്നും, എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അവിടെ ക്യാമ്പ് അടിക്കുക. അപ്പോൾ മുസാഫർ ഖാന 4-5 നിലയാണ്, ഈ ലിഫ്റ്റൊന്നുമില്ല. അപ്പോൾ ഈ 5-ാം നിലയിലൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ്. അങ്ങനെ നമ്മളിങ്ങനെ പലപ്പോഴും ഈ ഹജ്ജ് സർവീസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും അവിടെ പോകേണ്ടിയും പല കാണ്ടിയൊക്കെ വരും. ഒരിക്കൻ്റെ കൂടെ ഒരു ഹാജി കൂടി, അയാൾ 3-4 പ്രാവശ്യം
ഇങ്ങനെ ഇറങ്ങി കയറലായപ്പോൾ അവസാനം ഇയാളാകെ ബോധം കിട്ട് വീഴിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം 5 നിലയിൽ ഇങ്ങനെ പലതവണ കയറി ഇറങ്ങുമ്പോൾ വലിയൊരു പ്രയാസമുള്ള കാര്യമല്ലേ. അങ്ങനെ കേരള ഹജ്ജ് ഹൗസ് ഉണ്ടായിരുന്നു, അതിലാണ് കേരളക്കാർ താമസിക്കുന്നത്. അത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സംവിധാനമാണ്. ഇതൊക്കെ അവസാന കാലഘട്ടങ്ങളാണ് ഈ കപ്പൽ യാത്രയുടെ. അപ്പം ഞാൻ 1-ാം കപ്പലിലാണ് എനിക്ക് പോകേണ്ടത്. ആ 1-ാം കപ്പലിൽ 300 ചില്ലാനം മലയാളികളുണ്ട്. പക്ഷെ അതിലെനിക്ക് പോകാൻ കഴിഞ്ഞില്ല, എത്തിച്ചേരാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഇത്. ഞാനാണെങ്കിലോ ബോംബെയിൽ ഈ 1-ാം കപ്പൽ പോയിട്ട് 2-ാം കപ്പലിൽ പോകാം എന്ന നിലയിൽ ഞാൻ ബോംബെയിലെത്തി. അപ്പോൾ ബോംബെയിലെത്തി നോക്കുമ്പോൾ 2-ാം കപ്പലിൽ ഒരൊറ്റ മലയാളിയില്ല. അപ്പോൾ എനിക്ക് പോകാൻ പറ്റൂല. ഏതായാലും ഞാൻ അത് പറ്റുമോ എന്നുള്ളവർക്ക് ഉയർന്ന ആളുകളെ മുഴുവനും ബന്ധപ്പെട്ടു. അന്ന് ബോംബെയിലൊക്കെ എനിക്ക് ഒരുപാട് ബന്ധപ്പെട്ട കാര്യമായ ആളുകളുണ്ടായിരുന്നു. ഹജ്ജ് കമ്മിറ്റീൻ്റെ ആളുകളും അതുപോലത്തെ അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു കോർപ്പറേഷൻ മെമ്പർമാരായിട്ട് 2-3 ആളുകളുണ്ടായിരുന്നു. അങ്ങനെ അവരായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പല നിലക്കും ശ്രമിച്ചപ്പോൾ അവസാനമായിട്ട് പറഞ്ഞത് കോഴിക്കോട് ജില്ലാ കലക്ടർ, അദ്ദേഹം അന്ന് ഹജ്ജിൻ്റെ മെയിൻ ആൾ, അയാളുടെ പെർമിഷൻ കിട്ടണമെന്നാണ്. അതിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ കിട്ടൂല. ഏതായിരുന്നാലും എനിക്ക് 1.5 മാസക്കാലം ബോംബെയിൽ താമസിച്ചു, കേരള ഹജ്ജ് ഹൗസിൽ. പക്ഷെ അത് ഞാനൊരു കണക്കിൽ പറയുകയാണെങ്കിൽ ജീവിതത്തിലെ വലിയൊരു നേട്ടമായിട്ടാണ് കാണുന്നത്. കാരണം ആ കാലയളവിൽ ഒരുപാട് ഹാജിമാർ ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുന്ന ഹാജിമാർ ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കും. അവർക്ക് വേണ്ട ഒരുപാട് ഹിദ്മാത്തുകൾ ചെയ്യാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരായ ആളുകളായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കാനും അവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കാനും ഒക്കെ കഴിഞ്ഞ സംഭവമായിരുന്നു. അങ്ങനെ 986 ഈ യാത്ര. ദിവസവും ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം എൻ്റെ ഓർമ്മയിലില്ല. ഏതായാലും അതിപ്പോൾ ഇത്ര വളരെ പ്രസക്തമായതൊന്നുമല്ലല്ലോ. അങ്ങനെ കപ്പൽ യാത്ര അന്ന് 9 ദിവസമാണ് എടുത്തത് ജിദ്ദയിലെത്താൻ. അപ്പോൾ കപ്പൽ യാത്ര എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ചാർജ് ഈ കപ്പലിന് അന്ന് സർക്കാർ ഈടാക്കണുള്ളൂ. കാരണം സബ്സിഡി ഉണ്ട്. അതായത് ഒരു ഹാജിക്ക് 2800 രൂപയാണ് അന്ന് അപ്പ് ആൻഡ് ഡൗൺ, വരാനും പോകാനും. ശരിക്ക് പറഞ്ഞാൽ കപ്പലിൽ 20 ദിവസത്തെ ഭക്ഷണത്തിന് തന്നെ പൈസ ആവും. ഇത് ഇൻക്ലൂഡിങ് ഭക്ഷണമാണ്. ഭക്ഷണം അടക്കം 2800 രൂപയാണ്. അന്ന് മൊത്തം ഹജ്ജിന് വേണ്ടത് 17,000 രൂപയാണ് കപ്പലിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ 17,000 രൂപ എന്ന് പറഞ്ഞാൽ ഈ 3000-ഓളം ഉറുപ്പിക കപ്പലിനുള്ളതാണ്. പിന്നെ 14,000 രൂപ പൈസ മാറ്റാനുള്ളതാണ്. ഇപ്പോഴത്തെ സംവിധാനമൊന്നുമല്ല അന്നുള്ളത്. നമ്മൾ ഇവിടുന്ന് നമുക്ക് ഡ്രാഫ്റ്റ് തരും. ഈ 14,000 രൂപേൻ്റെ നമ്മൾ ഡ്രാഫ്റ്റ് എടുക്കുക. ആ ഡ്രാഫ്റ്റ് നമ്മൾ പിന്നെ ജിദ്ദയിലെത്തി അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ റിയാലായിട്ട് മാറ്റും. അങ്ങനെ 3600 റിയാലാണ് അന്ന് 14,000 രൂപയ്ക്ക് കിട്ടിയത്. ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. കപ്പൽ യാത്ര വലിയ അനുഭൂതി നിറഞ്ഞതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് നല്ല ആരോഗ്യമുള്ള കാലമാണ്, യൗവനത്തിൻ്റെ നല്ല തുടിപ്പുള്ള കാലമാണ്. അപ്പം എനിക്ക് ചില എൻ്റെ പ്രവർത്തനങ്ങളും വേണ്ടതുണ്ടല്ലോ. ഞാൻ സർക്കാരിൻ്റെ വളണ്ടിയറായിട്ടാണ് പോകുന്നത്. അന്ന് ഞങ്ങൾ 2 ആൾ, ഇന്നത്തെ മാതിരി കുറേ വളണ്ടിയർമാരൊന്നുമില്ല. പിന്നെ അന്ന് വളണ്ടിയർമാർക്ക് പ്രത്യേക കുപ്പായൊന്നുമില്ല, ഒരു ബാഡ്ജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വളണ്ടിയറാണോ അല്ലേ എന്നുള്ള കഥകളൊന്നും ആളുകൾക്ക് അറിയില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതൊക്കെ വലിയ സംവിധാനങ്ങൾ, ഒരുപാട് വളണ്ടിയർമാരുണ്ട്. അന്ന് അങ്ങനെ വളണ്ടിയർമാരൊന്നുമില്ല. അന്ന് ഞാൻ പോയ കാലത്ത് ഒന്ന് ഞാനും ഒന്ന് കണ്ണൂർ മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടായിരുന്നു, കുഞ്ഞു മുഹമ്മദ് പൊന്നാനിയാണ് ഒരാൾ, അയാളുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കപ്പലിലെ യാത്ര വളരെ സുഖകരമാണ്. അപ്പം ഞാനതിൻ്റെ ക്യാപ്റ്റൻ മൂപ്പൻ എനിക്ക് പരിചയമുണ്ട്, നേരത്തെ ബന്ധമുള്ള ആൾ. അതുപോലെ കപ്പൽ ജീവനക്കാരെയും ഞാൻ നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോൾ സാധാരണ ഹാജിമാർ എന്ന് പറഞ്ഞാൽ ഈ ഡെക്ക് ക്ലാസ്സിലേക്കാണ്. ഈ ഡെക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലാണ്, ബോട്ടമിലാണ്. അതിങ്ങനെ വെള്ളത്തിൻ്റെ ഒപ്പത്തിനൊപ്പേക്കാരുണ്ടാകുക. വെള്ളം കിടക്കൂല, ചില്ലുണ്ടാവും. പക്ഷെ അവിടെ വലിയ സുഖം കിട്ടൂല. ഇത് എത്രയാണോ ഉയരണമെന്ന് വെച്ചെങ്കിൽ അത്രയാണ് സുഖം ഉണ്ടാകുക. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടാകുക 3-ാം നിലയിലൊക്കെയാണ്, 3-ലും 4-ലൊക്കെയാണ് ഫസ്റ്റ് ഉണ്ടാകുക. അപ്പം എനിക്കുള്ളത് യഥാർത്ഥത്തിൽ ഡെക്ക് ക്ലാസ് ആണ് എങ്കിലും ഞാൻ അവിടുത്തെ ജീവനക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് കൊണ്ട് അവരെ കൂടെ താമസിച്ചിരുന്നു. അതുപോലെ ഭക്ഷണം രാവിലെ, ഉച്ചക്ക്, രാത്രി, ഇങ്ങനെ 3 നേരം ഭക്ഷണം കിട്ടും. രാവിലെ ചെറിയൊരു നാസ്ത, ഇതൊന്നും നമ്മളെ കൊണ്ടുവന്ന് തരും അവർ. അത് വലിയതാണ്. നമ്മളവിടെ ഒന്നും പോകുന്നു വേണ്ട. സാധാരണ ഷിപ്പ് യാത്ര നമ്മൾ പോകണം. ഇത് ആദ്യമാർക്ക് സാധനം ഇങ്ങനെ കൊണ്ടു തരും. അങ്ങനെ ഉച്ചക്ക് മിക്കവാറും ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരേന്ത്യൻ ഭക്ഷണ ശൈലിയാണ്. എന്താ പറഞ്ഞാൽ കപ്പലിൽ കൂടുതലുള്ളത് അവരാണല്ലോ. ഇനിയിപ്പോൾ ഏത് കപ്പലാണെങ്കിലും കൂടുതലുള്ളത് കേരളക്കാരല്ലാത്ത പോലെയല്ല ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്ക് പരിപ്പായിരിക്കും,
വൈകുന്നേരം ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാവും, അങ്ങനെ ഇതൊക്കെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത് അതിൻ്റെ ജീവനക്കാരോട് കൂടിയാണ്. അപ്പം അന്ന് ആ ഷിപ്പിൽ ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണവും നമ്മളെ മുമ്പിലെത്തും. അതായത് ക്യാപ്റ്റൻ ഒരു ഭക്ഷണം വേറെയാണ്, വലിയ VIP ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്ക് വേറെയാണ്, ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് വേറെയാണ്. ഇങ്ങനെ എല്ലാവരുടെ ഭക്ഷണങ്ങളുണ്ടോ അതെല്ലാം കൂടി നമ്മളെ തീരുമേശയിലെത്തും. അങ്ങനെ ഒരു വളരെ രസകരമായൊരു യാത്രയായിരുന്നു. അപ്പോൾ ഞാൻ കപ്പലിൽ എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായില്ല. പല ആളുകൾക്കും പ്രത്യേകിച്ചും പ്രായമുള്ളവരെ ഛർദ്ദിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലും കാര്യമായൊരു പണിയാണ്. അതിൽ ഡിസ്പെൻസറി ഉണ്ട്, ഡോക്ടറും ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ എനിക്കൊരു നല്ല പരിചയമുള്ള ആളായിരുന്നു, പാണ്ഡെ എന്നതിന് അയാളുടെ പേര്. അതുപോലെ കപ്പലിൻ്റെ ഒരു എൻജിനീയർ ഉണ്ടായിരുന്നു, ഇസ്മായിൽ, ഗുജറാത്തുകാരനാണ്. പിന്നെ ഇതിൻ്റെ ചീഫ് അമീറായിട്ട് കാൺപൂർക്കാരനായ ഒരു സദീർ അഹമ്മദ് എന്ന ഒരാളായിരുന്നു. അതിൻ്റെ അസിസ്റ്റൻ്റ് ഞാനായിരുന്നു. കേരളത്തിൻ്റെ അമീറുമാണ്, കപ്പലിൻ്റെ അസിസ്റ്റൻ്റാണ്. അങ്ങനെ സുസ്ഥിരമായ സേവനം ചെയ്ത് ഒരു 7 ദിവസമായപ്പോഴേക്ക് ആളുകളൊക്കെ തളർന്ന്. നമ്മളെ എൻ്റെ നിത്യപരിപാടി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് എടുക്കും എന്നും ഈ മലയാളികൾക്ക്. അപ്പോൾ അതിൽ അന്ന് 80 മലയാളികളുണ്ട്. പക്ഷേ 80-ൽ പകുതിയുണ്ട് പെണ്ണുങ്ങളാണ്. അവരൊന്നും ക്ലാസ്സിനൊന്നും വരില്ല, അവർക്ക് കഴിയൂല, ഷിപ്പിൽ വരാനും നടക്കാനൊന്നും കഴിയൂല. ഒരു 10-20-25 ആളൊക്കെ ക്ലാസ്സിലുണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ളുഹറും അസറും ജമ്മായിട്ട് നിസ്കരിക്കും. അതിൻ്റെ ശേഷം ഒരു ക്ലാസ് നടക്കും. പിന്നെ മഗ്‌രിബ് കഴിഞ്ഞാൽ ഞങ്ങൾ ജീവനക്കാരെ കൂടെ കരഞ്ഞാൽ നല്ല സൗകര്യത്തിൻ്റെ കൂടെ 2-3 മലയാളികളൊക്കെ ഉണ്ടാവും. നല്ല സൗകര്യത്തിൽ അവരെ കൂടെ പോകും. അവർക്ക് വരൊന്നിച്ച് ളുഹറും ഈ മഗ്‌രിബ് ഇശാ നിസ്കരിക്കും. എന്നിട്ട് അവർക്കൊരു ക്ലാസ് കിട്ടും. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റഡ് ആയി. ഞാൻ ഒരിക്കൽ കപ്പലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, കപ്പലിൻ്റെ ചോദ്യമൊന്നും ഒരിക്കില്ലല്ലോ. അപ്പോൾ അവർ ഓരോരോ മസലകൾ ചോദിക്കും. അങ്ങനെ അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിടും. അങ്ങനെ ഭയങ്കര രസകരമായൊരു ജീവിതമായിരുന്നു. അങ്ങനെ 8ാമത്തെ ദിവസമായപ്പോൾ യലംലം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. യലംലം എന്ന് പറഞ്ഞാൽ അത് യമനിൻ്റെ ഒരു എൻഡാണ്. ഇപ്പം സൈദിയത്ത് എന്നാണ് അങ്ങോട്ട് പറയുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അധിക യാത്രയില്ല. പിന്നെ ഒരു 5-6 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആഹ്ലാദമാണ്. കാരണം നെക്സ്റ്റ് വീണെടുക്കണ പല ആജിമാരും ആ അവസ്ഥയിൽ ഇതിൻ്റെ സീറങ്ങോട്ട് മുഴങ്ങും, എലംലം എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടി സടകുടഞ്ഞ് എഴുന്നേറ്റ് കുളിച്ച്. പിന്നെ കുളിക്കാൻ സാധാരണഗതിയിൽ ആജിമാർക്കൊക്കെ ഉപ്പുവെള്ളം കിട്ടുള്ളൂ. ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നല്ല വെള്ളം കിട്ടുള്ളൂ. അപ്പം ഞാനവിടെ മുകളിൽ പോവും. നല്ലൊരു രസമുള്ള ജീവിതമായിരുന്നു അത്, ആ കപ്പൽ ജീവിതം. പിന്നെ അങ്ങനെ എല്ലാവരും ഒക്കെ ഡ്രസ്സൊക്കെ മാറ്റി നല്ല മട്ടത്തിൽ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് അങ്ങനെ പിന്നെ 5-8 മണിക്കൂർ ഉണ്ടാവും അവിടുന്ന് ജിദ്ദയിലെത്താം. പക്ഷേ ജിദ്ദയിൽ എത്തുമ്പോൾ പെട്ടെന്ന് അവിടെ ഇറങ്ങാൻ പറ്റൂല. അവിടെ ഈ ക്വാറന്റൈൻ ഉണ്ട്. ക്വാറന്റൈൻ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കേട്ടത്. ഇപ്പം പിന്നെ ഇപ്പോൾ ഈ കൊറോണ അടയ്ക്കോ. അപ്പോൾ ഈ ക്വാറന്റൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷിപ്പ് ഹാർബറിൻ്റെ കുറേ ദൂരെ കൊണ്ടുപോയിടും. അങ്ങനെ സൗദിയിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഷിപ്പ് മുഴുവനും പരിശോധിക്കും. അപ്പം നമ്മളെ ഷിപ്പിൻ്റെ ആൾക്കാരുണ്ട്. അത് ഷിപ്പിലുള്ളവർ ഈ ഹജ്ജിനുള്ള ഷിപ്പാണെങ്കിൽ അതിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. കാരണം ഇത് ജിദ്ദിക്കല്ലേ പോകണം, ഇവിടെ വിഷയമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിലൊരു മെയിൻ ആൾ എന്നോട് എപ്പോഴും പറയും, വളരെ വൃത്തിയാക്കി കേട്ടോ, എല്ലാവരും ഹാജിമാരോട് വളരെ പറയണം കേട്ടോ. അതിന് എനിക്കതിന് പണി, അതായത് ക്വാറന്റൈൻ പരിശോധന ഉണ്ട്, ഇപ്പോൾ ആൾ വരും, അപ്പോൾ അതുകൊണ്ട് വളരെ വൃത്തി വേണം. അങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനെ നോക്കിപ്പോയി ഓർഡർ കിട്ടി. അങ്ങനെ ഹാർബറിൽ ഇറങ്ങിയിട്ട് അന്ന് പിന്നെ നേരെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഈ മദീനത്തുൽ ഹുജ്ജാജ് എന്ന സ്ഥലത്തേക്കാണ്. അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇപ്പം ഇല്ല. മദീനത്തുൽ ഹുജ്ജാജ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യങ്ങൾ വരുന്നില്ല. അങ്ങനെ മദീനത്തുൽ ഹുജ്ജാജിൽ കൊണ്ടുപോയി അവിടെ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ച് അങ്ങനെ അവിടുന്നാണ് നമ്മളെ ഈ ട്രാഫിക് മാറ്റലും മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരു ഹാദിമുൽ പിന്നെ ഖുദ്ദാമീങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് കൂട്ടരുണ്ട്. കൂലി എന്നറിയും. കൂലി, ആ കൂലിൻ്റെ അണ്ടറിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അന്ന് എൻ്റെ കൂലി ഇമ്പിച്ചി ഹാജി എന്ന ആളായിരുന്നു, പൊന്നാനിക്കാരനാണ്. അയാളെ നമ്പർ 96 ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അപ്പം നമ്മളെ പെട്ടിമലും നമ്മളെ കേനൊക്കെ അന്ന് ഇവിടുന്ന് തരൂ. സംസമിന്റെ കേന് ബോംബെന്നാ തരാ കൊണ്ടുവരാനുള്ള. അത് നമ്മളിവിടെ കൊണ്ടുപോകലാണ്. ഒരുപാട് മാറ്റങ്ങളായി. അതുപോലെ ഒരു മുസല്ല, ഇതൊക്കെ ബോംബെന്ന് തരും. അപ്പോൾ ഈ കാനമലൊക്കെ എഴുതിയിരിക്കുന്നത് 96/1. ഞാനാണ് 1-ാം നമ്പർ കേരളത്തിൽ നിന്നുള്ള. അങ്ങനെ ഓരോ കൂലികളുണ്ടാവും. അപ്പോൾ ഈ കൂലികൾ എന്ന് പറഞ്ഞാൽ അവർ പ്രധാനികളാണ്. ഇപ്പോൾ ഈ ഹാജി മസ്താനൊക്കെ പതാണല്ലോ. ഹാജി മസ്താൻ വലിയ
അറിയപ്പെട്ട ആളല്ലേ, അയാൾ കൂലി മസ്താൻ എന്നാണ് അയാളെ ശരിക്കുള്ള പേര്. മൂപ്പരും ഹജ്ജിന്റെ കൂലിയായിരുന്നു. പക്ഷെ ഓല് കൂലി എന്ന് പറഞ്ഞാൽ ഓലെ തസ്തികയാണ്, ഓല് പണിയെടുക്കൊന്നുമില്ല. അവരെ കീഴിൽ പണിയെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ പോകുന്ന കാലത്തൊന്നും ഈ പറഞ്ഞ ആള് പിന്നെ ജോലിയും ചെയ്യില്ല. മൂപ്പര് അതിൻ്റെ ഒരു ബാഡ്ജ് ആയിട്ട് കപ്പൽ കയറുന്ന സമയത്ത് അവിടെ ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട്. കപ്പൽ കയറുന്ന സമയത്ത് ഈ ആജി മസ്താനുണ്ട്. ഞാൻ ആജി മസ്താൻ അന്നായി നേരിട്ട് കാണുന്ന അന്നാ. നമുക്ക് ഇങ്ങനെ യാത്രക്കാരോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് മെയിനായ ആൾക്കാരൊക്കെ ഇങ്ങനെ കപ്പലിൽ കയറിനോട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു വല്ലാത്ത ഒരു രസകരമായ സംഭവം തന്നെ. അവിടേക്ക് എല്ലാവർക്കും ഒന്നും പെർമിഷൻ ഉണ്ടാവില്ല. വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നില്ല എന്ന് ചില പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് യാത്രയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു കൂലി പോർട്ടർമാർ ഉണ്ടാവും. അതില്ലാതെ കണ്ട് വന്ന് പോകാൻ പറ്റൂല. അതിന് ഇവിടുത്തെ പോർട്ടർമാരുടെ പരിപാടി എന്താന്ന് പറഞ്ഞാൽ ആജ്യന്മാരെ തേടി നടക്കല. വലിയ ചാർജ് ഒന്നുമില്ല. അന്നത്തെ അവസ്ഥക്ക് എന്താ 100 റുപ്യ അത്രയൊക്കെ അവർക്ക് ചാർജ് ഉള്ളൂ. എന്നാലും ഓർക്ക് ഒരു 50 ആളെ കിട്ടിയ 5000. അന്നിപ്പോൾ 5000 കുറച്ച് വില പൈസ അല്ലേ. പിന്നെ ഒരു ബന്ധുവായല്ലോ. അങ്ങനെ നമ്മളെ മലപ്പുറം ജില്ലക്കാരായ കുറേ ആൾക്കാർ, അവരൊക്കെ പേരൊക്കെ എനിക്കറിയാം. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെ ആൾ ഇമ്പിച്ചേജി ആയിരുന്നു. ആ ഇമ്പിച്ചേജിൻ്റെ മകനാണ് ഇപ്പോൾ ഈ അക്ബർ ട്രാവൽസിൻ്റെ മലയാളി നാസർ എന്ന് പറഞ്ഞ ആള്. അപ്പോൾ ഏതായാലും അവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ വാഹനത്തിൽ മക്കത്തേക്ക് പോവാണ്, ജിദ്ദ. അപ്പോൾ ഇത് ഓരോരുത്തരും അവരവരുടെ സൗകര്യം അനുസരിച്ചാണ്. ഇന്നത്തെ മാതിരി റൂം നമ്മൾ ആൾറെഡി ബുക്കഡല്ല, നമ്മൾ ചെന്നിട്ട് നമ്മൾ റൂം എടുക്കുകയാണ്. അങ്ങനൊക്കെ ഭയങ്കര സൗകര്യം അസൗകര്യം എന്നൊക്കെ പറയാതായാലും രണ്ടും ഉണ്ട്. അങ്ങനെ പലരും പല സമയത്ത് പോയി. എനിക്ക് ഈ ഡ്രാഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡ്രാഫ്റ്റ് കൂടി എനിക്കുണ്ട്. അതായത് 100 റുപ്യ വളണ്ടിയർ എന്നുള്ള എനിക്ക് 100 റിയാലിൻ്റെ. അപ്പോൾ ചുരുക്കത്തിൽ ഇവരെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിനി നാളെ രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ കുറച്ചാൾ വന്നാൽ നമുക്ക് രാത്രി പോകാം. അങ്ങനെ കുറേ ആൾ പോയി. നമ്മൾ രാത്രി പുറപ്പെട്ട് മക്കത്ത് 2 മണിക്കൂർ നേരത്തെ 1.5-2 മണിക്കൂർ നേരത്തെ യാത്രയല്ലേ ഉള്ളൂ. അങ്ങനെ തിരക്കുള്ള സമയമാണ്. ഹജ്ജിൻ്റെ മാസമായിട്ടുണ്ട്. ലാസ്റ്റ് ഷിപ്പ് എന്ന് പറയുമ്പോൾ ഹജ്ജിൻ്റെ മാസം പെരും തിരക്ക് സമയത്ത് അവിടെ എത്തുന്നത്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. നേരെ പതിവനുസരിച്ച് മുത്തവീഫിൻ്റെ അവിടെ ഇറക്കി. മുത്തവീഫിൻ്റെ അവിടെ ഇറക്കി ഞങ്ങളെ സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചു. അങ്ങനെ സാധനം അവിടെ സുരക്ഷിതമായിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി. അത് രാത്രി തന്നെയാണ് ഈ പോണത്. രാത്രിൻ്റെ അവസാനത്തിൽ സുബഹി വാങ്ങ് കൊടുക്കുമ്പോൾ ഉംറ നിർവ്വഹണം കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ വഴിതെറ്റി ഒക്കെ പോലൊക്കെ ഉണ്ടായിക്കണമെന്ന്. കാരണം അങ്ങനെയാണല്ലോ, ഇന്നത്തെ മാതിരി ഒരു ഗ്രൂപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് എന്നല്ലാതെ. ഏതായിരുന്നാലും പിന്നെ സുബഹിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ റൂം അന്വേഷിച്ചെടുക്കുന്നത്. നമ്മളെടുക്കുക. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ ഒരു ഹൈദരാജി എന്ന് കണ്ടൊരു പിന്നെ കൊണ്ടോട്ടി അടുത്തുള്ള ഒരാളുണ്ടായിരുന്നു. മൂപ്പരവിടെ വലിയ പരിചയസമ്പന്നനാ. മൂപ്പരിപ്പോൾ വളരെ അവസാനം മരിച്ചത്. മൂപ്പരന്ന് കൂട്ടത്തിൽ ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ മൂപ്പരും ഞാനും കൂടിയാണ് റൂം അന്വേഷിച്ച് നടന്നത്. അവസാനം മക്ക ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ വളരെ ചെറിയ പൈസക്ക് ഞങ്ങൾ 8-10 ആൾക്ക് റൂം വേറെ മൂപ്പർ തന്നെയാണ് എല്ലാവർക്കും റൂമുകളൊക്കെ ആക്കി. പിന്നെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മത്താഫൊക്കെ അന്ന് തന്നെ പിന്നെ ഈ ടൈൽസൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പത്തെ ഒരു കാലഘട്ടം പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം മത്താഫൊക്കെ ചിരലായിരുന്നു. നമ്മൾ പോയപ്പോൾ ചിരലൊന്നുമല്ല, ഒക്കെ ഇതേപോലെ മാർബിൾ പതിച്ചത് തന്നെയാണ്. മാർബിൾ പതിച്ചതുകൊണ്ട് ആ മാർബിള് ചൂടാകാത്ത മാർബിളാണ്. അത് പിന്നെ ഒരു അതിശയമാണ്. എത്രയായാലും ചൂടാകും. നമ്മളിപ്പോൾ താജ്മഹലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മുന്തിയ മാർബിളാണ്, പക്ഷെ ചുറ്റ് പൊള്ളിയിട്ട് അവിടെ ബൂട്ട് വെച്ചൊക്കെയാണ് വാടകയ്ക്ക് കൊടുക്കാൻ. ഇതല്ല, ഇത് അക്കാലഘട്ടത്തിൽ തന്നെ ഈ ചൂടാകാത്ത. പിന്നെ തിരക്കന്നും ഉണ്ട്. അന്ന് കേരളക്കാരായ ഹാജിമാർ 5000-ഓളം ഉള്ളത്. അതിൽ ഈ ഷിപ്പിലാകെ 500 ആളെ ഉണ്ടാവുള്ളൂ. 1-ാം ഷിപ്പിലൊരു 300 ജില്ലാനുണ്ട്. 2-ാം ഷിപ്പിൽ ഞങ്ങൾ ഇത്രയുണ്ട്. 2-ാം ഷിപ്പിൽ ആളുണ്ടായിട്ടില്ല. പിന്നെ അന്ന് നമ്മളെ കാര്യമായ ഡ്യൂട്ടി എന്തെന്ന് പറഞ്ഞാൽ രോഗം, മരണം. അപ്പൊ ഈ മരണം ഉണ്ടാവലുണ്ട്. മരണം ധാരാളം ഉണ്ടാവലുണ്ട്. നമ്മൾ ഒരു കടലിലേക്ക് ഇറക്കണ അതും ഉണ്ടായിട്ടുണ്ട്. അതായത് പോകുന്ന സമയത്ത് അല്ല, വരുന്ന സമയത്ത്, തിരിച്ചു വരുന്ന സമയത്ത്. അപ്പോൾ നല്ല ചൂട് സമയമാണ്. അപ്പോൾ ഇത് കപ്പലിൽ കയറാൻ കുറച്ച് ത്യാഗമുണ്ട്. ഈ മദീനത്തുൽ ഹുജ്ജാജിൽ വരണം. പിന്നെ ഈ സീ പോർട്ടിൽ തന്നെ പെട്ടെന്നൊന്നും കയറാൻ കഴിയില്ല. നമ്മളെ സാധനങ്ങൾ കയറ്റാതെ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എടുത്തു കൊടുക്കണം. അതിന് കുറേ ക്രെയിനൊക്കെ ഉപയോഗിച്ചാണ് കയറ്റൽ. അപ്പോൾ സമയമൊക്കെ എടുക്കും. അപ്പോൾ ഒരുപാട് വെയിൽ കൊണ്ടുവന്ന് ആൾക്കാരൊക്കെ. അങ്ങനെ വെയിൽ കൊണ്ട് ആസാമി ഒരു ആജി ഉണ്ടായിരുന്നു.
ഈ ഹാജി കപ്പലിൽ കയറിയിരിക്കുന്നു. പക്ഷെ ഇയാൾ കപ്പൽ വിടുന്നതിന് മുമ്പേ മരിച്ചത്. പക്ഷേ കപ്പൽ ജീവനക്കാർ ഈ വിവരം പുറത്തു വിട്ടില്ല. കാരണം പുറത്ത് വിട്ടാൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മയ്യത്ത് പുറത്തെടുക്കുമ്പോഴേക്കും ഒരു ദിവസം ഹാർബറിൽ ഈ ഷിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൈസ കൊടുക്കണം. ഔട്ട് ഓഫ് സീയാണ് കപ്പൽ വെക്കുക. അത് കപ്പലിൻ്റെയും ഫ്ലൈറ്റിൻ്റെയും ഒക്കെ നിയമം അങ്ങനെ തന്നെയാണ്. തൊട്ടടുത്ത് വെക്കുമ്പോൾ ഭയങ്കര മിനിറ്റുകൾക്കാണ് ചാർജ്. അപ്പോൾ ഇവർക്ക് പിന്നെ ഈ ഹാജിമാരാണെങ്കിലൊക്കെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകളുമാണ്. അങ്ങനെ അങ്ങനെ അന്ന് രാത്രിയാണ് ഇദ്ദേഹത്തെ കുളിപ്പിച്ച് പിന്നെ ഒരു നല്ലൊരു പെട്ടിയിലൊക്കെ ആക്കി ഈ ഇതുണ്ടല്ലോ ഈ നങ്കൂരം ഇടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിൽ കൂടി ഇങ്ങോട്ട് ഇറക്കിയിട്ട് ആ പെട്ടി ഇങ്ങോട്ട് എടുത്ത് മയ്യത്തോണ്ട് അടിക്കണം പോയി. അത് രാത്രിയാണ് ചെയ്തത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രോഗത്തിന് ഹോസ്പിറ്റലിൽ സൗകര്യങ്ങളൊക്കെ കപ്പലിൽ തന്നെ ഉണ്ടാവും. ഉണ്ട് ഡിസ്പെൻസറി ഉണ്ടാവും. ഡിസ്പെൻസറിയും ഡോക്ടറും നഴ്സുമാരും എല്ലാ സംവിധാനവും ഉണ്ട്. കപ്പലിൽ വലിയ സംവിധാനമാണ്. അതിനേക്കാളും വലിയതാണല്ലോ ഇപ്പോഴത്തെ ഓരോരോ യാത്രാ ഷിപ്പുകളൊക്കെ. ആഡംബര കപ്പലുകൾ എന്ന് പറഞ്ഞാൽ 5000 ആളുകളാ ആഡംബര കപ്പലിൽ കയറുക. ആഡംബര കപ്പലിലുള്ള ഈ ഡൈനിങ് ഹാളൊക്കെ കണ്ടാൽ നമ്മൾ ഏത് സ്വർഗ്ഗലോകത്താന്നാ കരുതുക. അതായത് ഒരു കപ്പലിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് തോന്നുക പോലുമില്ല. ഞാൻ ചൈനയിൽ നിന്ന് ജപ്പാൻക്ക് ഒരു ആഡംബര കപ്പലിൽ പോയിട്ടുണ്ട്. അതൊരു വല്ലാത്ത ആഡംബര കപ്പൽ. 1700ഓളം തൊഴിലാളികളുണ്ടായിരുന്നു. അതിൽ പലരും ഉണ്ട്, നർത്തകികളായിട്ടും ഡാൻസർമാരായിട്ടും. അവിടുത്തെ പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ ഓഡിറ്റോറിയം കണ്ടാൽ നമ്മൾ ഒരിക്കലും ഇതൊരു കടലിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് തോന്നൽ പോലും ഉണ്ടാവില്ല. ആ ജാതി ഓഡിറ്റോറിയം. സ്വിമ്മിംഗ് പൂൾ ഏതായാലും ഉണ്ട്. ഈ ഹജ്ജ് കപ്പലിൽ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാവില്ല. യാത്ര മാത്രമേ ഉള്ളൂ. ഹജ്ജ് കപ്പൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഇന്ത്യയിൽ സർവീസ് നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ കൽക്കത്തയിൽ നിന്ന് പോർട്ട് ബ്ലെയർക്ക്, അതുപോലെ വിശാഖപട്ടണത്ത് നിന്ന് പോർട്ട് ബ്ലെയർക്ക്, ചെന്നൈയിൽ നിന്ന് പോർട്ട് ബ്ലെയർക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സർവീസുകളുണ്ട്. അതൊക്കെ ഒരു കപ്പലിൽ നല്ല സൗകര്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഈ ആധുനിക കപ്പൽ എന്ന് പറഞ്ഞാൽ 18 നില 20 നിലയൊക്കെയാണ് ഈ ഓരോ കപ്പലിനുണ്ടാകുക. അങ്ങനത്തെ സംവിധാനം. പിന്നെ അന്നത്തെ ഹജ്ജും ഇന്നത്തെ ഹജ്ജും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ. എനിക്കത് ഇപ്പൊ കഴിഞ്ഞ തവണ ഒരു ഹജ്ജിന് പോയ ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോ ഇപ്പത്തെ ഹജ്ജൊക്കെ നമ്മള് വിമാനത്തിൽ പോകുന്നു, AC ഫീലിംഗ്, VIP ഫീലിംഗ് ആണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോ ആത്മീയമായിട്ട് അന്നത്തെ ഹജ്ജും ഇന്നത്തെ ഹജ്ജും തമ്മിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. വലിയ മാറ്റങ്ങളുണ്ട്. കാരണം ഇന്നിപ്പോ ഹജ്ജിന് പോകുന്ന ആൾക്ക് എന്താണ് ഹജ്ജിന്റെ ത്യാഗം മനസ്സിലാവില്ല. പിന്നെ എന്താ ചെറുങ്ങനെ ത്യാഗം മനസ്സിലായാലും ഇപ്പോഴെന്തേ ഉള്ളൂ എന്ന് പറഞ്ഞാല് അറഫയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയോട്ടോളം ഇപ്പൊ ഒരു ത്യാഗം ഉള്ളത്. അതായത് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലെത്തണം, മുസ്ദലിഫയിൽ നിന്ന് പിന്നെ ഇവിടെ എത്തണം, ജംറ എറിയാൻ വേണ്ടി മിനായിലെത്തണം. ആ ഒരു രാത്രി ഒരു ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. കാരണം വാഹനം കൃത്യമായി കിട്ടൂല. പിന്നെ ചില ആളുകളൊക്കെ മുസ്ദലിഫയിൽ എത്തൽ നേരം വെളുക്കാൻ കാലത്തൊക്കെ ഇക്കാരം. കാരണം ഇവർ കൊണ്ടുപോയിട്ട് വേണ്ടേ. പിന്നെ മിനായിൽ കൃത്യമായിട്ട് കല്ലെറിയാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല. ആ ഒരു ത്യാഗം ഇന്നും ഉണ്ട്. ഇനിയിപ്പോൾ എത്ര സംവിധാനങ്ങളോട് കൂടെ പോയാലും ആ ഹജ്ജിൻ്റെ അറഫൻ്റെ അല്ല ഹജ്ജു അറഫ എന്ന് പറഞ്ഞാൽ അത് മാത്രം. അല്ലാതെ ഒരു ത്യാഗമില്ല. പഴയ കാലത്ത് നമ്മളന്ന് പോയെന്നൊക്കെ മിനായിൽ നിന്ന് ഭക്ഷണം കിട്ടൂല, ഫീസബീലും ഇല്ല. ഇപ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ പോയ ആളുകൾക്ക് ഭക്ഷണത്തോട് ഭക്ഷണം. ഇനി ഗവൺമെന്റ് പോയ ആളുകൾക്കും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അന്നും ഇന്നുള്ള വേറെ വലിയൊരു മാറ്റം ഞാൻ കണ്ട എന്താ അറിയോ, അന്ന് ഒമൻ തഅജ്ജലഫി യൗമൈനി വലാ ഇസ്മാഇലി ഒമൻ തഅഖറ വലാ ഇസ്മാഇലി എന്ന് ആയത്തുണ്ടല്ലോ. 2 ദിവസം മിനായിൽ നിന്ന് പോന്നാൽ പ്രശ്നമില്ല, ഇനി 3 ദിവസമായാലും പ്രശ്നമില്ല. അന്ന് സകല ആളുകൾ 2 ദിവസം കൊണ്ടാ പോരാ. മിക്ക ഹാജിമാരും ഇപ്പം ഈ ഗവൺമെൻറ് പോണ ഈ ഹാജിമാർ മുഴുവൻ 2-ാം ദിവസം പോകും. അപ്പം ഞാൻ 2 ദിവസം നിൽക്കും, ഞാൻ 3 ദിവസം കഴിഞ്ഞ് തന്നെ പോകണുള്ളൂ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ടെൻറ്റ് പൊളിച്ചാൻ തുടങ്ങി. ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭക്ഷണമില്ല. പിന്നെ അന്ന് പഴയ കാലത്തൊക്കെ ആൾക്കാർ മിനായിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്റ്റൗവും കാര്യമൊക്കെ ആയിട്ട് കൊണ്ടുപോകും, ചായയും വെള്ളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പം അല്ലെങ്കിലും അതൊക്കെ വലിയ മാറ്റങ്ങളാണ്. ഒന്നുമില്ല, കുടിക്കാൻ വെള്ളം തന്നെ ഇഷ്ടമായി കിട്ടും, പിന്നെ ഈത്തപ്പഴം കിട്ടും, ഫീസബീൽ എന്ന് പറഞ്ഞിട്ട് പലരോടും ചോറ് കിട്ടും. ആ സംവിധാനങ്ങളൊന്നും പഴയ കാലത്തില്ല. അറഫയിലും മീനായിലൊക്കെ ഒരു തരം പട്ടിണിയാണ്. എന്തെങ്കിലും നമ്മളെ കയ്യിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാന്നല്ലാത്ത വേറെ ഒരു സംവിധാനങ്ങളൊന്നും തന്നില്ല. ഇപ്പം ഞാൻ അങ്ങനെ പിന്നീട് പോയ സമയത്താണ് എനിക്ക് അതിൻ്റെ സുഖം അനുഭവിച്ചത്. എന്ന് മാത്രം അറഫയിലൊക്കെ പള്ളറിഞ്ഞിട്ട് ഇബാത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. മുത്തവിഫിൻ്റെ വക ഒരു ചോറുണ്ട്, വേറൊരു ചോറുണ്ട്. അന്ന് ആ ജാതി സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ അൽഹംദുലില്ലാ ആ യാത്രയിലാണ് എനിക്ക് ഏറ്റവും സൗകര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മൾ ഈ 3-ാം കപ്പലിൽ പോയതുകൊണ്ട് ഹജ്ജ് കഴിഞ്ഞ് പിന്നെയും ഒരു 1.5 മാസക്കാലം മക്കത്തുണ്ട്. അപ്പോൾ 1 മാസം കഴിഞ്ഞോടുകൂടെ പിന്നെ ഒരൊറ്റ ഹാജിമാരില്ല. ഈ ഇന്ത്യയിൽ നിന്ന് പോയത് 3-ാം കപ്പലുകാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. 1 മാസം കൊണ്ട് ഒരു ഇതൊക്കെ പോയി തീരുമല്ലോ. ആരും ഒഴിഞ്ഞിടക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും ഹജറുൽ അങ്ങനെ കാലിയായി കിടക്കുക തന്നെയാണ്. പിന്നെ അതേപോലെ മദീനത്ത് ഞങ്ങൾ ചെല്ലുന്നത് മുഹറം 9, 10 നോമ്പ് വെച്ചത് മദീനത്ത് വെച്ചാൽ അത്രയും വൈകിട്ടാണ്. അപ്പോൾ എപ്പോഴും റൗലിയിൽ തന്നെ നിസ്കാരം, എത്ര വൈകി വന്നാലും റൗലിയിൽ കിട്ടും. കാരണം ആകെ ഞങ്ങൾ ഈ 3-ാം കപ്പലിൽ പോയ 2000-ഓളം ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി ഫുള്ള് കുറച്ച് ആഫ്രിക്കൻസും ഉണ്ട്. വേറെ ഇന്ത്യക്കാരും. ഇന്ത്യക്കാരൊക്കെ എന്നോ മടങ്ങിയില്ലേ, എല്ലാവരും മടങ്ങി. ഇന്ത്യക്കാർ മടങ്ങിയെന്ന വലിയൊരു സംഘം മടങ്ങിയില്ലേ. അപ്പം ഞാൻ പിന്നെയും പല യാത്രകളും പലപ്പോഴും മക്കയും മദീനയൊക്കെ പോയിട്ടുണ്ടെങ്കിലും വിവരമില്ലാത്ത കാലത്ത് പരിചയമില്ലാത്ത കാലത്ത് പോയ ആ യാത്രയുടെ അത്ര ഒരു അനുഭൂതി പിന്നുണ്ടായിട്ടില്ല. ആത്മീയമായിട്ട് അങ്ങനെ തന്നെ. പിന്നെ അത് നമ്മൾ ആദ്യം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു അനുഭൂതികൾ അതും പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ. അന്നത്തെ യാത്രയിൽ ഭക്തി ആളുകൾക്ക് ഒന്നുകൂടി കൂടുതലായിരുന്നു. ഇന്ന് ഭക്തി ഇല്ല എന്നല്ല പറയണത്. കാരണം എന്താന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ മാറ്റങ്ങളാണല്ലോ. ഇന്നിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്ക് ആദ്യമായിട്ട് എന്താന്ന് പറഞ്ഞാൽ സിം കാർഡ് കൊടുക്കുക അവിടെ. അങ്ങനെ അവിടെ എത്തിയ ആദ്യമായിട്ട് പെരീക്കനെ വിളിയാ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണം മൊബൈലില്ലല്ലോ. മൊബൈൽ എന്ന് പറഞ്ഞ സാധനം ഇപ്പം ഉണ്ടായിട്ട് ആകെ 10-20 കൊല്ലല്ലേ ആയത്. ഈ സ്ഥാപനമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഫോൺ തന്നെ, ലാൻഡ് ഫോൺ തന്നെ വേണ്ട പോലെ വിളിക്കാൻ പറ്റില്ല. ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി അപ്പോൾ അവിടെ അന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ അവിടെ ചെന്നാൽ ഇബാദത്തിൽ മാത്രമാണ്. ഇപ്പം ആകെയുള്ള പണി ഒരു മരുവൻ ഉണ്ടാവും, അല്ലെങ്കിൽ മകൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഏട്ടൻ്റെ കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ അഞ്ചൻ്റെ കുട്ടി ഉണ്ടാവും. ഓല് കാര്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പണി ചെന്നൈക്ക് തന്നെ മൊബൈലിൽ സിമ്മ ഇട്ടുള്ളൂ. അതിൽ കുറച്ച് പൈസയും കയറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ പണി തന്നെ വിളിയോട് വിളി. ഇവിടെ കൂട്ടാൻ അങ്ങനെ ഉണ്ടായി, ഇതുണ്ടായി, ഭക്ഷണം ഉണ്ടായി. പെണ്ണുങ്ങളും കൂടി ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇങ്ങനെ ഭക്തി. അതേപോലെ തന്നെ അന്നൊക്കെ എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ഇപ്പം അതല്ല, പല റൂമുകളിലും ഫ്രൂട്ടിൻ്റെ കെട്ടയിക്കാരം. ഓരോരുത്തരും ഇങ്ങനെ ജിദ്ദിന്ന് വന്നവരും മറ്റൊരു വന്നാലും മറിച്ചിലും വന്നവരൊക്കെ പറഞ്ഞുകൊണ്ട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ പെണ്ണുങ്ങൾക്ക് കാര്യമായ പണി ഫ്രൂട്ട് മുറിക്കണ പണിയാണ്. മനസ്സിലായില്ലേ? മുമ്പ് ആ ജാതി ഒരു സംവിധാനമില്ല. അപ്പോൾ വിവാദത്തിൽ അക്കാലത്ത് ഒന്നുകൂടി താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭൗതികമായ സാഹചര്യങ്ങൾ കൂടിയതുകൊണ്ട്, സൗകര്യങ്ങളും കൂടിയതുകൊണ്ട് ചില ആളുകൾക്ക് അതൊക്കെ അവഗണിച്ചും താല്പര്യം ഉണ്ടാവുന്നല്ല. ചില ആളുകൾ ഇതൊരു കർമ്മമായിട്ട് മാത്രം കാണുന്നവരാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരികമായ ആത്മാവ് പലപ്പോഴും പല ആളുകളും ഉൾക്കൊള്ളാറില്ല. അപ്പോൾ എന്തായിരുന്നാലും ഹജ്ജ് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖവും ഒരു അനുഭൂതിയൊക്കെയാണ്. എൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, യാത്ര ചെയ്ത ആളുകൾ ആരും ഇന്ന് ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരാളെ എൻ്റെ അറിവിലുള്ളൂ. വേറെ അതുപോലെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല. വേറെ ഉള്ളവരൊക്കെ 60 വയസ്സായ ആൾക്കാരാണ്. 60 വയസ്സായ ആൾക്കാർ ഈ 40 കൊല്ലം വരെ ജീവിക്കാൻ സാധ്യതയില്ലല്ലോ. ഒരുപാട് ആൾ മരിച്ചിട്ടുള്ള അവരുടെ പരിപാടികൾക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അന്നും ഇന്നത്തെ ഈ പറഞ്ഞ ഇന്ന് നടക്കുന്ന എല്ലാ കിസ്വ മാറ്റല് മറ്റും മറിച്ച് ഇതൊക്കെ അന്നും ഇന്നുമായിട്ട് യാതൊരു മാറ്റങ്ങളൊന്നുമില്ല. കാരണം അതൊക്കെ മാറ്റമാണ്. 1960കളിൽ ഹജ്ജിന് പോയ ആൾക്കാരെ കിട്ടണം. 1980കൾക്ക് ശേഷം ഹജ്ജിന് പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയത്തക്ക മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതെ, ഞാൻ ഒരിക്കൽ ഒരു ഗ്രൂപ്പിൽ പോയിട്ട് ഞാൻ താമസിച്ച മക്ക ഹോട്ടലിലാണ്. ഈ ഗവൺമെൻറ്റിൽ പോയിട്ട് ഞാൻ താമസിച്ച മക്ക ഹോട്ടലിൽ തൊട്ടടുത്താണ്. അപ്പോൾ ഈ മക്ക ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ബാബുൽ ഉംറയുടെ അടുത്താണ്. ഭയങ്കര സൗകര്യമാണ്. എന്ന് പറഞ്ഞാൽ മക്ക ഹോട്ടലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു റോഡ് ഇങ്ങോട്ട് മുറിച്ച് കിടന്നാൽ മതി. ഒന്നും ക്രോസ് ചെയ്താൽ നേരെ എത്തുന്നത് ബാബുൽ ഉംറ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ബാബുൽ ഉംറ കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഇപ്പോൾ അവിടെ ആകെ നിരത്തി വേറൊരു അവസ്ഥയിലായല്ലോ. അതുപോലെ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അസൗകര്യങ്ങൾ നിന്നുണ്ട്. അതായത് പ്രധാനമായിട്ടും 2-3 വാതിലുകളിലൂടെയാണ് ഇപ്പോൾ ആൾക്കാർ പോകുന്നുള്ളൂ. കാരണം ആ ഭാഗത്താണ് ആൾക്കാരുടെ താമസം മുഴുവനും. ഈ ബാബുൽ ഉംറൻ്റെ ഭാഗത്തിലൂടെ ഒന്നും ഇപ്പോൾ ശരിക്കും വഴിയറിഞ്ഞ കാര്യമില്ല. നമ്മളിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് പോകണമെന്നല്ലാതെ അതിലങ്ങോട്ട് പോയിട്ട് എളുപ്പത്താൻ പറ്റുന്ന സ്ഥലങ്ങളില്ല. എല്ലാം കിങ് ഫഹദിൻ്റെ ആ ഇതിലെ, അതുപോലെ അതിന് അങ്ങേപ്പുറത്ത് 2-3-4 ഗേറ്റുകളിലൂടെ. അതുകൊണ്ട് പോക്കും വരവും ഒക്കെ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ഈ ഹജ്ജിൻ്റെ സീസൺ ആയി കഴിഞ്ഞാൽ പെരും തിരക്കായി. ഈ റമദാനിക്കൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ വലിയ പുണ്യം വിചാരിച്ച് പോകും. പക്ഷേ ചില സമയത്തൊക്കെ റമദാനിക്ക് നമ്മൾക്ക് വളരെയധികം
ചിലപ്പോൾ ഞാൻ ചിന്തിക്കും ഇതിനേക്കാളും നല്ല നാട്ടിൽ നാട്ടിലെ പള്ളിയിൽ നിൽക്കലാണ്. നിൽക്കണ. നാട്ടിൽ നിന്നാൽ സ്വസ്ഥായിട്ട് ഭാഗത്ത് കിട്ടും. അവിടെ ചിലപ്പോൾ നമുക്ക് തറാവിക്ക് സ്ഥലം കിട്ടൂല. കിട്ടി കഴിഞ്ഞാൽ തന്നെ അഥവാ ഒന്ന് ഒതുണ്ടാക്കേണ്ടിയിട്ട് പോകേണ്ടി വന്നാൽ പിന്നെ ഇങ്ങോട്ട് എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചൊരു കപ്പൽ യാത്ര പിന്നെ എത്ര ദിവസം കൊണ്ടാണ് ഇതേപോലെ തന്നെ 8-9 ദിവസം കൊണ്ട് 9ാമത്തെ ദിവസം തന്നെ തിരിച്ച് നാട്ടിലെത്തി? ഞാൻ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ സഫർ മാസമായിരിക്കും. മുഹറം 9-10 മദീനത്താന്ന് പറഞ്ഞല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ജിദ്ദയിലാണ് വന്നത്. ജിദ്ദയിൽ വന്ന് ഇതും കഴിഞ്ഞ് ബോംബെയിൽ വന്നുകൊണ്ട് പിന്നെ ട്രെയിൻ കിട്ടണ്ടേ. ബോംബെയിൽ നിന്ന് ട്രെയിനിൽ കയറി സഫർ അയക്കണ് നാട്ടിലെത്തുമ്പോൾ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിലോ പിന്നെ റമദാൻ ലാസ്റ്റുമാണ്. അപ്പോൾ ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം 4 മാസം പെരുന്നാളൊക്കെ ഈ യാത്രയിൽ തന്നെ. ഒരു മതം എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ഹജ്ജ് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ മനുഷ്യർക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്, സാഹോദര്യത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ. അതൊക്കെ എങ്ങനെയാണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞാലേ അതൊരു ഇസ്ലാമിൻ്റെ വിശാല കാഴ്ചപ്പാടിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കാരണം പല നാടുകളിൽ നിന്നും വരുന്ന പല ആളുകൾ, അവരൊക്കെ ഈ ഫിഖ്ഹിയായ കാഴ്ചപ്പാട് വളരെ വ്യത്യാസമുള്ള ആളുകളാണ്. അപ്പോൾ നമ്മളെ പല ആളുകൾക്കും ചില തെറ്റിദ്ധാരണകളും കൊടുക്കാറുണ്ടായി. ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഔറത്ത് സംബന്ധമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മുട്ട് പുക്കളിൻ്റെ ഇടയിലുള്ളതാണ് നമുക്ക് ഔറത്ത്. അപ്പോൾ നമ്മൾ നല്ല വേഷവിധാനത്തോടെ നടക്കുക. അതേ സമയത്ത് ചില മദ്ഹബിൽ അല്ലെങ്കിൽ ചില ഇമാമിങ്ങൾക്ക് ഔറത്ത് എന്ന് പറഞ്ഞാൽ സൗഅത്തൈനി എന്നുള്ളൊരു അഭിപ്രായമുള്ളവരുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചില മദ്ഹബിൽപ്പെട്ട ആളുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാതെ ഉണ്ടാവും. ഇതേ അവസ്ഥ പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരിങ്ങനെ കയ്യും കാട്ടി കണ്ടുണ്ടാകുക. അപ്പോൾ എന്തോന്നറിയില്ല, നമ്മൾ അവരെ പണ്ഡിതന്മാരൊന്നും അത് പറഞ്ഞിട്ടൊന്നുമില്ല, ഏതായാലും അവിടുത്തെ അവസ്ഥ അതാ. അപ്പോൾ അതേപോലെ ഈ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് വരുന്ന പല ആളുകളും അവർ ആണ് പെണ്ണൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കേരളക്കാർ, അതുപോലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വരുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ തവാഫ് ചെയ്യുമ്പോഴാണ്. തവാഫ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊട്ട ഒതുമുറി, ആണ് പെണ്ണ് തമ്മിൽ ചേർത്താൽ ഒതുമുറി. അത് ഹനഫിയിലുമില്ല, മാലിക്കിയിലുമില്ല, ഹംബലിയിലുമില്ല. അപ്പൊ അവർക്ക് ഇങ്ങനെ ഭാര്യമാരെ കയ്യും പിടിച്ച് അങ്ങനെ നടക്കാം. തവാഫ് ചെയ്യുമ്പോൾ ആണും പെണ്ണും കൂടി പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ആണും പെണ്ണും പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വലിയ സംഗതി ഉണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇവിടുന്നുള്ള സെലഫികളും അഭിപ്രായക്കാരാണ്. അപ്പം അതിൽ ഒറ്റപ്പെടുന്ന ആരാ വെച്ചാൽ ആഗോള ഷാഫികൾ. ആ ഷാഫികൾ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ്. ഇന്തോനേഷ്യയിൽ 20 കോടി മുസ്ലിങ്ങളുണ്ട്, ഒക്കെ ഷാഫികളാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. പിന്നെ പക്ഷേ ലോകത്തും മൊത്തം നോക്കുമ്പോൾ ഹനഫികളാണ് കൂടുതൽ. കാരണം ഇന്ത്യ ഹനഫിയാണ്, പാകിസ്ഥാൻ ഹനഫിയാണ്, ബംഗ്ലാദേശ് ഹനഫിയാണ്, നേപ്പാൾ ഹനഫിയാണ്, ഇറാഖ് ഹനഫിയാണ്. ഇറാഖ് ഹനഫിയാണ്. ഇമാം അബു ഹനീഫ നമ്മുടെ നാടല്ലേ, അവിടുത്തെ ഫിഖുകളൊക്കെ ഹനഫി ഫിഖാണ്. അങ്ങനെ ഒരുപാട്. അതുപോലെ മധ്യേഷ്യൻ രാജ്യങ്ങൾ, ഉസ്ബെക്കിസ്ഥാൻ, ചൈന അടക്കം ഹനഫിയാണ്. എല്ലാ രാജ്യങ്ങളും ഹനഫിയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവരുടെ മദ്ഹബുകളും അവരുടെ ആചാരങ്ങളും അവരുടെ സമ്പ്രദായങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇസ്ലാമിൻ്റെ ഒരു ആഗോള സ്വഭാവത്തിനുള്ളൊരു വലിയൊരു മകുടോദാഹരണമാണിത്. ഇപ്പോൾ ഈ നജസിൻ്റെ കാര്യത്തിലും വലിയ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ മൗക്കുലായ തിന്നപ്പെടാൻ പറ്റുന്ന സാധനത്തിൻ്റെ കാഷ്ടവും മൂത്രവും നജസല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് മാലിക്കി മദ്ഹബ്. അപ്പോൾ ഓൽക്ക് ലേശം വളം ഒന്നും പ്രശ്നങ്ങളല്ല, ഇനിയിപ്പോൾ മൂത്രം കുടിക്കണേനും പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ കന്നുകാലികളുടെ കാഷ്ടും മൂത്രം അത് മൗക്കൂലാത്തിൻ്റെതാണ്, ഈ താഹിറാണെന്നുള്ള അഭിപ്രായം. നമ്മൾക്കാണെങ്കിലോ അത് വർജ്ജു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൗദിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ കാണും ഈ ആട് മേയിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ടാവും, ഒട്ടകം മേയിച്ച് കിടക്കുന്ന ആൾക്കാർ. ഓരോ കുപ്പായത്തിലൊക്കെ കുറേ ഒട്ടകത്തിൻ്റെ കച്ചറിങ്ങുന്നുണ്ട്. ഓർക്കതൊരു പ്രശ്നമല്ല, മനസ്സിലായാ. അപ്പം അങ്ങനെ ഇസ്ലാമിൻ്റെ ഒരു ആഗോളവൽക്കരണത്തിൻ്റെ ഒരു തെളിവ്. രണ്ടാമത് നമ്മൾക്ക് ഈ യാത്രയിൽ നിന്ന് വലിയൊരു ദുഃഖകരമായൊരവസ്ഥ ഉണ്ടാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തുർക്കി, റഷ്യ, ചൈന, ഈ 3 രാഷ്ട്രങ്ങൾ. ഇന്ത്യയിൽ നിന്നൊക്കെ അൽഹംദുലില്ലാ റാഹത്താണ്. അതേ സമയത്ത് ഇവിടുന്ന് വരുന്ന ആളുകൾക്ക് അറബി ഒരക്ഷരം അറിയില്ല.
കാരണം അതിൻ്റെ സാഹചര്യം നമുക്കറിയാലോ. റഷ്യയിലുണ്ടായ സാഹചര്യം 1990 വരെ അവിടെ വളരെ ശക്തമായ നിയമങ്ങളായിരുന്നു. 90-ലാണ് ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കും ഒക്കെ വന്നിട്ട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കാണ്ട് ഇപ്പോൾ അവിടെ നല്ല റഷ്യയിലെ പല പ്രദേശങ്ങളും ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ അവിടെയൊക്കെ നല്ല ഇസ്ലാമിക പ്രവർത്തനം നടക്കുന്നുണ്ട്. അവർ അനുദിനം നിസ്കരിക്കുന്ന ആളുകൾ കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഫസ്റ്റ് പോയ പള്ളീനേക്കാൾ എത്രയോ കൂടുതൽ ഇപ്പോൾ അടുത്ത കാലത്ത് പോയപ്പോൾ പള്ളികളൊക്കെ വളരെ സജീവമാണ്. പക്ഷെ അവിടെ നിന്ന് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ക്യാപ്പ് വന്നു കഴിഞ്ഞു, ദീനില്ലാത്ത. പക്ഷെ ഇന്നൊരു ഹജ്ജിന് വരണം. മുമ്പ് 980 വരെ ഈ പറഞ്ഞ നാടുകളിൽ ഹജ്ജിനെ വരാൻ പാടുണ്ടായിരുന്നില്ല. ചൈനയിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഹജ്ജിന് വരുന്നില്ല. 980 ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി വന്ന ചില ആളുകളുണ്ടെന്നല്ലാതെ ഔദ്യോഗികമായി ഓഫീഷ്യലി വരാൻ തുടങ്ങിയപ്പോഴാണ്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് തന്നെ 4 കൊല്ലം മുമ്പ് ഞാനൊക്കെ പോയപ്പോൾ 3 കൊല്ലം മുമ്പ് പോയപ്പോൾ അന്വേഷിച്ച് വന്ന് ഇക്കൊല്ലം 8000 ആൾ ഇവിടുന്ന് ഹജ്ജിന് വരും. അങ്ങനെ ഓരോ പ്രൊവിൻസുകളിൽ നിന്നും. എന്നതുപോലെ ചൈനയിൽ ചില ഭാഗത്ത്, ചൈനയിൽ നിന്നും പ്രശ്നങ്ങളുണ്ട്. സിക്കിയാങ്ങിൽ വളരെ പ്രശ്നങ്ങൾ, അവിടെ എപ്പോഴും വേണ്ട പോലെ ഹജ്ജിന് വരാനും കഴിയില്ല. എന്തായാലും അവിടെ നമുക്ക് മനസ്സിലാണ്. അതേപോലെ തുർക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് എന്ന് പറഞ്ഞാൽ തുർക്കിയാണ് നമ്മളെ നേതൃത്വം. 500 കൊല്ലക്കാലം മുസ്ലിം ലോകത്തെ നയിച്ചത് ഉസ്മാനിയാക്കളാണ്. എന്ന് ലോകത്തുള്ള ഈജിപ്തിലായാലും ഇറാഖിലായാലും എവിടെ പോയാലും അവിടെയുള്ള ആസാറുകൾ മുഴുവനും ഈ തുർക്കികൾ ഉണ്ടാക്കിയത്. പക്ഷെ അവിടെ 1-ാം ലോക മഹായുദ്ധത്തിൽ ഉസ്മാനിയാക്കൾ പരാജയപ്പെടുകയും 1920-കൾക്ക് ശേഷം അത്താതുർക്ക് അധികാരത്തിൽ വരികയും ചെയ്തതോടുകൂടെ അവിടെ അറബി ഭാഷ ഇല്ലായ്മ ചെയ്തു. ഇന്നിപ്പോൾ അവിടെ വരുന്ന ആളുകളൊക്കെ ഓല കയ്യിലൊക്കെ ഒരു ഏടുണ്ടാവും ഓല ഭാഷയിൽ എഴുതിയത്. അപ്പോൾ അറബി പ്രൊണൗൺസിയേഷൻ വളരെ വ്യതിചലിച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു വളരെ ദുഃഖം ഉണ്ടാക്കണമെന്നാണ്. അതേ സമയത്ത് ചില നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾ, ഇപ്പോൾ യൂറോപ്യൻ നാടുകളൊക്കെ നമുക്ക് സത്യത്തിൽ സന്തോഷമാണ്. ദീനിൽ നിന്ന് അതിൻ്റെ അനുഭൂതി ആസ്വദിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അവർ ഭയങ്കര ഭക്തരാണെന്നാൽ അവർക്ക് ചെല്ലാനും പറയാനും അതും അറിയാം. കാരണം അത് എന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാം യൂറോപ്യന്മാരല്ല, യൂറോപ്പിൽ കുടിയേറിയ ആളുകളാണ്. അതാണ് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയും ഇങ്ങനെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇസ്ലാം ഭയങ്കര സാംക്രമിച്ചു വരുന്നു. യഥാർത്ഥത്തിൽ സാംക്രമിക്കല്ല, അവിടെ എമിഗ്രേഷൻ കൂടുകയാണ്. അവിടുത്തെ ആളുകൾ പല നാടുകളിൽ നിന്ന് വന്ന് ഇപ്പോൾ ഭയങ്കര ഉഷാറാണ്. അപ്പോൾ അമേരിക്ക ആയാലും UK ആയാലും എല്ലാം ഭയങ്കര ഉഷാറാണ്. അവിടുത്തുകാരായ ആളുകൾക്ക് ഇന്നത്തെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഒരു മതത്തോടും താല്പര്യമില്ല. ക്രിസ്ത്യാനികളും അല്ല, ക്രിസ്ത്യാനികളല്ലാത്തതുകൊണ്ടുള്ള ചർച്ചുകൾ വിറ്റുകൊണ്ടിരിക്കല്ലേ. UK എത്രങ്ങാനും ചർച്ചുകൾ വിറ്റു. അതേപോലെ അമേരിക്കയിലും അതാ ചർച്ച് വിലക്ക് വാങ്ങണമെന്ന് നമ്മള്. അപ്പൊ എന്താ ചർച്ചുകൾ പള്ളിയാക്കണത് ധാരാളം. ഞാൻ ഒരുപാട് പള്ളി നിസ്കരിച്ചതാണ്. ചർച്ചുകൾ പള്ളിയാക്കിയ പള്ളികൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിസ്കരിച്ചിട്ടുണ്ട്, UK നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോ അവിടെ നിന്ന് വരുന്ന ആളുകളിൽ ഒരു വല്ലാത്ത ഇത് നമ്മൾ കാണും. എന്തായിരുന്നാലും പരലക്ഷം ആളുകൾ കൂടുമ്പോൾ അതിൽ പലജാതി ആളുകളുണ്ടാവും. സ്വാത്വികന്മാരായ വലിയ ഔലിയാക്കളായ അള്ളാഹിൻ്റെ ഇഷ്ടദാസന്മാരായ പല ആളുകളുണ്ടാവും. കൂട്ടത്തിലൊന്നും അല്ലാതെ ഞാനും പോയി ഹജ്ജ് ചെയ്തു എന്നുള്ള ആ ഒരു ഇതായിട്ട് പോകുന്ന ആളുകളുണ്ടാവും. എന്തായിരുന്നാലും ലോക മുസ്ലിങ്ങളുടെ ഒരു ഈ കൂട്ടായ്മ അതൊരു വല്ലാത്ത അനുഭൂതി സൃഷ്ടിക്കണം. ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളും പരിചയക്കാരുമായ ചില യുക്തിവാദികളോ അതല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളോടൊക്കെ ഞാൻ അവരോട് ഉപദേശിക്കാറുള്ളത്, നിങ്ങളൊന്ന് ഹജ്ജിന് പോയിന്നാണ്. കാരണം ഈ ഹജ്ജിന് പോയാൽ ഇതൊക്കെ കാണുമ്പോൾ ഈ ലക്ഷക്കണക്കായ മനുഷ്യന്മാരാളപ്പോൾ ഈ കൂടിയിട്ടുണ്ട്, 10-20-25 ലക്ഷം ആളുകൾ. ഇവരൊക്കെ കൂടി ഒരു പോയത്തക്കാരാകാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു അനുഭൂതിയും ഒരു ആസ്വാദനമൊക്കെ ഉണ്ടാവും. പിന്നെ മദീനയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സന്തോഷമുള്ള ജീവിതമാണ്. പഴയ കാലത്ത് പല ആളുകളും എത്രയോ മദീനത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിനൊന്നുള്ള സൗകര്യമില്ല. എന്നാലും ഇന്നിപ്പോൾ അവിടെ സർക്കാർ ചെയ്തൊരു കാര്യം ഞാൻ യഥാർത്ഥത്തിൽ അത് പ്രോത്സാഹനം ചെയ്യാം, സ്വാഗതം ചെയ്യാണ്. അതായത് ഇപ്പോൾ ഒരു ആപ്പാണ്. റൗള ഷരീഫിൽ പോകണമെങ്കിൽ ഈ ആപ്പിലൂടെ പോകാൻ പറ്റുള്ളൂ. അതായത് ഒരു ഹാജിക്ക് ഒരു യാത്രയിൽ ഒരിക്കൽ മാത്രമേ റൗളയിൽ പോകാൻ പറ്റൂ. അതുകൊണ്ട് എന്താ ഉള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാ ഹാജിക്കും റൗളയിൽ പോകാനുള്ള സംവിധാനം കിട്ടും. അത് അവർ നല്ല സംവിധാനമാണ്. ഇങ്ങനെ കുറേ ഘട്ടങ്ങളായി ആദ്യം ഒരിടത്ത് നിർത്തും, പിന്നെ കുറച്ചുകൂടി വേറൊരിടത്ത് നിർത്തും, അങ്ങനെ അപ്പോൾ മുമ്പ് അങ്ങനെയല്ലായിരുന്നു. മുമ്പ് എന്ന് പറഞ്ഞാൽ പേരും തിരക്കാണ്. അപ്പോൾ കയ്യുകൊള്ളാൻ കാര്യക്കാരൻ, ചില ആരോഗ്യം സാമർഥ്യമൊക്കെ ഉള്ള ആൾ ചിലപ്പോൾ എല്ലാ വക്തും റൗളയിൽ തന്നെ ഇക്കാരം മോൻ അതിനുള്ള സൂത്രങ്ങളൊക്കെ ഉണ്ടാവും. അതേ സമയത്ത് ചില സാധുക്കൾക്ക് അങ്ങനെ അടുത്തേക്ക് പോലും എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൗളയിൽ ഒരു യാത്രയിൽ കൊല്ലത്തിൽ ഒരിക്കലേ ഉള്ളൂ എന്നാ ആയിക്കോട്ടെ, എന്നാലും അതൊരു സുനിശ്ചിതത്താണല്ലോ.
മറ്റേത് ആ ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ചിലർ അതിനൊക്കെ വിമർശിക്കാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ വിമർശനാത്മകമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് നന്മയാണ്. കാരണം ഈ ഹാജിമാർക്കൊക്കെ ഉറപ്പുണ്ടല്ലോ അവിടെ കിട്ടുമെന്ന്. പിന്നെ അത് ചില പരിചയമില്ലാത്ത ആളുകളൊക്കെ ആകുമ്പോൾ കുറേ പിന്നിൽ പോയി നിൽക്കും. പരിചയമുള്ളവർക്ക് റൗളയിലേക്ക് നേരെ കടന്നു വന്ന് അങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. ഈ കടന്നേക്കന്നെ റൗളയിലെത്താൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ അവസാനം ഇറങ്ങാൻ നേരത്തൊക്കെയെങ്കിലും റൗളയിലെത്താൻ കഴിയും. അപ്പം അങ്ങനെ ഒരു വലിയ സംവിധാനം ഇപ്പോൾ ഉണ്ട്. അതൊരു സൗകര്യമാണ്. പിന്നെ അൽഹംദുലില്ലാ ഇന്ന് ഒരുപാട് ആസാറുകളൊക്കെ വിസ്മരിക്കപ്പെട്ടൊരു കാലഘട്ടം. നമ്മളൊക്കെ ആ പോയ കാലഘട്ടത്തിലൊക്കെ അവിടേക്കൊക്കെ പോകലൊക്കെ മംനൂആയിരുന്നു. ഇന്നിപ്പോ ഒരുപാട് സ്ഥലങ്ങൾ സൗദി ഗവൺമെന്റ് എല്ലാം തുറന്നു. അത് മാത്രമല്ല, സൗദിയുടെ പല ഭാഗങ്ങളിലും ഒരുപാട് വലിയ ആസാറുകളുണ്ട്. ആസാറുകൾ തന്നെ എല്ലാ ആസാറുകളും നമ്മൾ കാണേണ്ടതോ കാണുന്നതിൽ പുണ്യമുള്ളതൊന്നുമല്ല. അങ്ങനത്തെ നെജ്റാൻ എന്ന് പറഞ്ഞ ഹുദൂദ്, അത് ഒരു വലിയ സംഭവമാണ്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ അൽഹസ അവിടെ ഉണ്ട്, ആസാറുകളുണ്ട്. പിന്നെ സമൂദ് ഗോത്രക്കാരത്ത് മിന്തക്കത്തുൽ ഉല, അതൊന്നും മുമ്പ് പോകാൻ പാടില്ല. ഞാൻ ഏതോ ഒരാളുടെ ഇതിൽ കെയർ ഓഫിൽ അവിടുത്തെ നമ്മളെ കൂടെ ഒരു 3-4 ആളുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരാളെ സ്പോൺസർ ഇഷ്ടമൊക്കെ വാങ്ങി അങ്ങനെയൊക്കെയാണ് പോകല്. അതേപോലെ ചില സ്ഥലത്തേക്ക് ഷുഐബ് നബിൻ്റെ നാടുണ്ട്, അതിവിടെ പിന്നെ ലുബടുത്ത, അവിടെ പോകാനേ പാടില്ല. അവസാനം ഞാൻ വളരെ കേണപേക്ഷ ഒന്ന് പോകണമെന്നാണ്. എന്നാൽ എൻ്റെ പാസ്പോർട്ട് ഉണ്ടാകും. അങ്ങനെ പാസ്പോർട്ട് അവരെ കയ്യിൽ കൊടുത്തിട്ടാണ് പോയത്. ഇപ്പോൾ ഖുർആനിലും യാത്ര ചെയ്യുമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഇതുപോലത്തെ അദാബ് ഇറങ്ങിയ സ്ഥലങ്ങൾ മുൻകാല സമൂഹത്തെ എങ്ങനെയാണെന്നുള്ളതായിരുന്നു ഖുർആനും യാത്ര. അതെ. അപ്പോൾ സൗദിയിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്, അവിടേക്കൊന്നും പോകാൻ പാടില്ലാത്തൊരവസ്ഥയും. പിന്നെ 6 സൗറ് 6 ഹിറ, ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും പോകണമെന്നല്ല, എന്നാലും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കണം. അപ്പൊ അതിൽ മറ്റൊരു സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ഹജ്ജിന്റെ കർമ്മം എന്ന് വെച്ചാല് എല്ലാവരും കുട്ടികളെ കെട്ടിക്കലും വീട് പണിയും ഒക്കെ കഴിഞ്ഞൊരു പ്രായം അതിന് ശേഷമാണ് പിന്നെ ഹജ്ജിന് ഈ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞത്. അപ്പൊ സംഭവം യഥാർത്ഥത്തിൽ ചെലവ് കൊടുക്കാനും അന്ന് പെരുന്നാൾ ചെലവുണ്ടെങ്കിൽ നിങ്ങൾ ഹജ്ജിന് പോകണം എന്നുള്ളതാണ്. അപ്പൊ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പലപ്പോ തെറ്റിദ്ധാരണയായിരിക്കും അത് നമ്മുടെ സമൂഹത്തിലുള്ള. അതെ, ഇതൊന്നും ഇപ്പൊ നമ്മളൊരു ബാധ്യത, നമ്മളെ ശറഈ ബാധ്യത എന്താ, നല്ല യൗവനമാകണ സമയത്ത് തന്നെ ആയിരിക്കണം പോകണം ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കുന്നത്. അപ്പോഴല്ല മറ്റേത് ഇങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ തള്ളിയിട്ട് കൊണ്ടുപോയിട്ട് കാര്യം നിർവഹിക്കാൻ കഴിയില്ല എന്നല്ല. എല്ലാ ബിസിനസ്സും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനിയൊന്നും ഹജ്ജിനോ അങ്ങനെയല്ല വേണ്ട. ഹജ്ജ് ഇപ്പൊ ഈ ഇന്തോനേഷ്യക്കാരും മലേഷ്യക്കാരൊക്കെ ചെയ്യലതാ, അവരാദ്യമായി ഹജ്ജ് ചെയ്യും. അതാണ് അവിടുന്ന് വരുന്നൊക്കെ ചെറുപ്പക്കാരാ. അവര് വിവാഹം കഴിക്കണമെങ്കിൽ തന്നെ ഒരു ഉംറ കഴിയണം എന്നുള്ളിടത്തോളാം. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇപ്പം നമ്മളവിടെ അൽഹംദുലില്ലാ ഒക്കെ പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ ഹജ്ജിനും തന്നെ ആൾക്കാരൊക്കെ കൂടി വരുന്നുണ്ട്, പഴയ മാതിരിയൊന്നുമല്ല. പിന്നെ മുമ്പൊക്കെ എത്രയോ കഴിവുള്ള ആളുകൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ മക്കള് ചെയ്യിച്ചിട്ടുണ്ടോ, അതും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഉസ്താദിനായിട്ടുള്ള ഈ സംസാരത്തിൽ നമുക്ക് വളരെ കൗതുകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. എൻ്റെ ഒരു കൗതുകത്തിനെ കുറിച്ച് ചോദിക്കുന്നു, ഇതുവരെ എത്ര രാജ്യങ്ങളാണ്? ഇതുവരെ അൽഹംദുലില്ലാ ഞാൻ 45 രാഷ്ട്രങ്ങൾ പോയിട്ടുണ്ട്. 45 രാഷ്ട്രങ്ങൾ. ഇപ്പോൾ പോയില് ഏറ്റവും ഇപ്പോൾ മക്ക മദീന എന്നല്ലാതെ വളരെ അല്ലെങ്കിൽ വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? അത് വീണ്ടും പോകാൻ പറഞ്ഞാൽ സൗദി തന്നെ. സൗദി. പിന്നെ സദാ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് UAE. മറ്റുള്ള രാജ്യങ്ങൾ എനിക്ക് ഇങ്ങനെ കുറെ കൂടുതൽ പോകണമെന്നൊന്നുമില്ല. പോകാനിപ്പോ UK ജർമ്മനി മറ്റേ മറിച്ച് എല്ലായിടത്തും പോയിക്കണ്. ഞാൻ ജപ്പാൻ അടക്കം പോയിക്കണ്, അമേരിക്കയും പോയിക്കണ്. അമേരിക്കയിൽ 5 ദിവസത്തോളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമായ യാത്രയും. അപ്പോൾ അത് ഒരിക്കൽ കാണുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ എങ്ങനെ കുറെ പ്രാവശ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എന്താണ് ഇത് ഒരു മോട്ടീവ്? എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു മുസ്ലിം പണ്ഡിത നമുക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആൾ വളരെ കുറവായിരിക്കും. അതിനുള്ളൊരു പ്രോത്സാഹനം എന്തായാലും അതെനിക്ക് ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു തൃഷ്ണ ഉണ്ടായിരുന്നു, ഓരോ കാര്യങ്ങളും അറിയണമെന്നും. അപ്പൊ ആ ചിന്തയിലൂടെ നീങ്ങിയപ്പോൾ അൽഹംദുലില്ലാ സാധിച്ചു എന്നുള്ളതാണ്. ഇനി അടുത്തെങ്ങാനും വല്ല യാത്രകളും പ്ലാൻ ചെയ്തതായിട്ട്? അടുത്ത യാത്രകൾ ഇപ്പൊ ഞാൻ ഈ വർഷത്തെ ഹജ്ജിന് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അത് ഈ പ്രാവശ്യം പ്രൈവറ്റുകാർക്ക് മുടങ്ങിയത് കൊണ്ട് മുടങ്ങിയത്. അതുകൊണ്ട് എൻ്റെ കുറെ യാത്രകൾ മുടങ്ങി. ഞാൻ ഇത് കണക്കാക്കി ഞാൻ വേറെ ചില യാത്ര അറേഞ്ച് ചെയ്തില്ല. ഇനിയിപ്പോൾ തയ്യാർ ചെയ്തിട്ട് വേണം. പിന്നെ ഒരു തുർക്കി യാത്ര ഉണ്ട്. പിന്നെ അതേപോലെ ഒരു ഇറാഖും അതൊക്കെ പോയത് തന്നെയാണ്. ആൾക്കാർ പറയുമ്പോൾ പോകാന്നാണ്. അല്ലാത്ത വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്, വേറെ ചില രാഷ്ട്രങ്ങളൊക്കെ. അതിനിടയിൽ ആസ്ട്രേലിയ ഒന്ന് പോകാൻ ശ്രമിച്ചിരുന്ന ഒരു ആളുണ്ടായിരുന്നു. അതിൻ്റെ വിസൻ്റെ ഒരു പ്രൊസീജിയറായിട്ട് അത് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ കൂടിയാണുള്ളത്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പം നമുക്ക് എങ്ങനെയായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്ന കപ്പൽ യാത്രകൾ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, അതിൻ്റെ എല്ലാ രീതിയിലും
വളരെ വിശദമായ ഉസ്താദിനോട് സംസാരിച്ചു. മറ്റൊരു കഥയിൽ നമുക്ക് വീണ്ടും ഇരിക്കാം. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.